വെൽക്കം ടു യെറ്റ് അനദർ വ്ളോഗ്. ഇന്ന് സൺഡേ ഓഫ് ഡേ ആണ്. തമിഴിൽ കണ്ട പോലെ നമുക്ക് ഒറ്റയ്ക്ക് ദുബായിൽ ഒരു ഔട്ടിങ് പോകാം. എന്താവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടുന്ന് ഇന്ന് ഫുള്ള് ഞാൻ റൂമിൽ തന്നെ ആയിരുന്നു. എനിക്ക് പീരീഡ്സ് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്നലെ എനിക്ക് ഒട്ടും മേലായിരുന്നു. അപ്പോൾ അത് കാരണം ഇന്ന് കംപ്ലീറ്റ്ലി റെസ്റ്റ് എടുക്കാം. പിന്നെ കുറേ ദിവസമായിട്ട് ഓട്ടമാണ്. സോ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഒരുപാട് ആളുകൾ എപ്പോഴും ആയി കഴിയുമ്പോൾ ഭയങ്കര എക്സോസ്റ്റഡ് ആവും. അപ്പോൾ ഇന്ന് മൊത്തം ഞാൻ എൻ്റെ കൂടെ തന്നെ ഒരു സെൽഫ് ഡേറ്റ് ആയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വെൻ ലൈഫ് ഗീവ്സ് യു ടാൻജറിങ് എന്ന് പറയുന്ന ഡ്രാമ കണ്ടു. യു ഷുഡ് വാച്ച്. ഭയങ്കര അടിപൊളിയാണ്. അത് കണ്ട് കരഞ്ഞ് വയ്യാണ്ടായി. അപ്പോൾ ഒന്ന് റിഫ്രഷിങ് ആകാമെന്ന് കരുതി ഇപ്പോൾ കുളിച്ചു. ഇനി നമുക്ക് പുറത്തോട്ട് പോവാം. ഓക്കെ, നമ്മളിപ്പം വെളിയിലിറങ്ങി ഹോട്ടലിൽ നിന്ന്. ഭയങ്കര ചൂടുണ്ട്. കാരണം അകത്തിരിക്കുമ്പോൾ അറിയുന്നില്ല. രാത്രിയായിട്ടും നല്ല ചൂടുണ്ട്. എക്സാക്ട്ലി നമ്മൾ അങ്ങോട്ട് പോകണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. സത്യം പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കറങ്ങി ഇതിൻ്റെ സൈഡൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് കാണാം. ആ കാണുന്ന കട കണ്ടോ? അതിൽ ഞാൻ എപ്പോഴും പോകണമെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ആ കാണുന്ന കടയിൽ പോകാം. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഫൈൻ അടിച്ച് കിട്ടും. നമുക്ക് സീബ്ര ക്രോസ് കണ്ടുപിടിക്കണം. ഇവിടെ ഇതാ ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ സിഗ്നൽസ് വരും. ആ സിഗ്നൽ ഗ്രീൻ ആയാൽ മാത്രമേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ജനലിൽ നോക്കുമ്പോൾ കാണുന്ന പണി. പിന്നെ നമ്മൾ അകത്ത് കയറി. അവിടെ കുറേ ഗിഫ്റ്റ് ഐറ്റംസ് ആയിരുന്നു. ഇവിടെ അധികം എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ ബൈ. സോ ഗൈസ്, അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരിതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചുമ്മാ ഈ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഗൾഫിൽ നിന്ന് നാട്ടിൽ വരുന്നവരൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ. ഇനി നമുക്ക് വീണ്ടും ഇങ്ങോട്ട് നടക്കാം. ഞാൻ ദുബായിൽ വന്നു എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഇട്ട ഫോട്ടോ ഇല്ലേ, അത് ഇവിടുന്നാണ് എടുത്തത്. ആൻഡ് ഞാൻ നടന്ന് അവിടെ എത്തി. ആൻഡ് ഐ റിയലി ലവ് ദിസ് പ്ലേസ്. എന്നുവെച്ചാൽ എനിക്കറിയില്ല, ഞാനന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം കയറിയത്. പക്ഷേ ഒരുപാട് ലൈറ്റ്സാണ്. ഇവിടുത്തെ കടകളെല്ലാം അടച്ചു. ഇത് വിൻ്റർ സീസണിലുണ്ടാവുക. ഇനി 6 മാസം ഇവർ മറ്റേ റിനോവേഷൻ്റെ ഇതിനാണ്. റിനോവേഷൻ കഴിഞ്ഞിട്ട് ഇവർ തുറക്കും. കുറേ കടയൊക്കെ ഉണ്ട്, കുറേ കടയൊക്കെ അടച്ചു. നമ്മളപ്പോൾ ഇവിടുത്തെ ഇതാണ് ആ സ്ഥലം. ഇവിടെ എല്ലാം ഭയങ്കര ഫാസ്റ്റാണ്. ആൾക്കാർ നടക്കുന്നതാണെങ്കിലും ഫാസ്റ്റാണ്. പയ്യെ നടക്കുന്ന എല്ലാം കണ്ടിട്ട് എന്തോ അത്ഭുതം ചെയ്യുന്നതിനെ പോലെ നോക്കുന്നുണ്ട്. ഇവർ ഓടുകയാണ് ചെയ്യുന്നത് നടക്കുന്നതിന് പകരം. ലൈഫും ഭയങ്കര ഫാസ്റ്റാണ്. ഞാൻ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാൻ എത്തിയിട്ട് ഒരു മാസമായി. ഓൾവേസ് ഹാപ്പനിങ്. ഇതാണ് അൽഖുറൈറ മാള്. അപ്പോൾ എനിക്ക് പടം കാണാൻ പോകണമായിരുന്നു. തിയേറ്ററൊക്കെ എവിടെയാണ് കണ്ടുപിടിക്കുന്നത്. നേരത്തെ വന്ന് കുറച്ച് നേരം ഇതിൻ്റെ അകത്തൊക്കെ കറങ്ങി. ഇനി നമ്മൾ റൂമിലോട്ട് പോകും. സോ കറങ്ങി തിരിഞ്ഞ് ഞാൻ റൂമിൽ വന്നു. ഏകദേശം 1.5 മണിക്കൂർ നമ്മൾ കറങ്ങി. പക്ഷേ വീഡിയോയ്ക്കകത്തൊന്നും കാണത്തില്ല. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ പ്രൈവസി ഇഷ്യൂസ് ഉണ്ട്. നമുക്ക് നാട്ടിലെടുക്കുന്ന പോലെ അങ്ങനെ റാൻഡമായിട്ട് വ്ളോഗ് എടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഏതെങ്കിലും അറബ്സൊക്കെയാണ് കാണുന്നതെങ്കിൽ ഭയങ്കര പ്രൈവസി ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അതൊക്കെ ഞാൻ പഠിച്ച് എങ്ങനെയാണെന്നൊക്കെ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് റാൻഡമായിട്ട് പോയി അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ബട്ട് ദാറ്റ് വാസ് ഗുഡ്. ഒരു ക്വയറ്റ് ഗുഡ് വാക്കായിരുന്നു. ഞാൻ കുറേ സ്ഥലം തെണ്ടി തിരിഞ്ഞു. കുറേ സാധനങ്ങളൊക്കെ എനിക്ക് നോക്കി വെക്കണം എന്നുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അതൊക്കെ നോക്കി. പിന്നെ ഞാൻ വ്ളോഗ് എന്തിടണമെന്നും പറഞ്ഞ് പോസ്റ്റ് ഇട്ടപ്പം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂം ടൂർ ഇവിടുത്തത് ചെയ്യണം എന്നും പറഞ്ഞ്. ഞാനിപ്പോൾ ഹോട്ടലിലാണ് നിൽക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്കും ഐ വിൽ ഷിഫ്റ്റ്. അപ്പോഴാണ് ശരിക്കും എനിക്കിവിടെ ഒരു റൂമോ ഒരു വീടോ എന്താ പറയുക അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവുക. അപ്പം ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പം ഇപ്പോഴത്തേക്ക് ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.